ഓൾ കേരള ലൈസൻസ് വയർമാൻ സൂപ്പർവൈസർ അത് കോൺട്രാക്ടേഴ്സും അവരുടെ അസോസിയേഷൻ നടത്തുന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം ഘട്ട സമരമാണ്. ഈ സെക്രട്ടേറിയറ്റ് സത്യാഗ്രഹ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്ന സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് റഫീഖ്, ഇവിടെ സ്വാഗതം ആശംസിച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീ സുനിൽകുമാർ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സൂപ്പർവൈസേഴ്സ്, കോൺട്രാക്ടർമാർ, മറ്റ് പ്രിയപ്പെട്ടവർ, കേരളത്തിലെ ഇലക്ട്രിക്കൽ രംഗത്ത് ജോലിയെടുക്കുന്ന 2 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് അക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അടിയന്തരമായി നടത്തണമെന്നുള്ളതാണ് ഈ സംഘടന ആവശ്യപ്പെടുന്നത്. അതിലൊന്ന്, ഏറ്റവും പ്രധാനം, ഇപ്പോൾ KSEB ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവാണ്. ആ ഉത്തരവ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ കോൺട്രാക്ടർമാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ കോൺട്രാക്ടർമാരെ സംബന്ധിച്ചും അതിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും വളരെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ചില വിഷയങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ KSEB പറയുന്നത് അത് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ്. എന്നാലും അതിലെ വർഷങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരെ അല്ലെങ്കിൽ തൊഴിലാളികളെ, അതിലെ കോൺട്രാക്ടർമാരെ, സൂപ്പർവൈസർമാരെ ഒക്കെ അവരുടെ അന്നം മുട്ടിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ സ്വാഭാവികമായി അതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട്. ഇവരെ കൂടി സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് KSEB പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. കാരണം കേരളത്തിലെ എല്ലാ കെട്ടിടങ്ങളെയും സംബന്ധിച്ചിടത്തോളം അതിൽ ഇലക്ട്രിക്കൽ വിഭാഗം ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നടത്തേണ്ടത്. കാരണം സുരക്ഷയാണ് ഏറ്റവും പ്രധാനം അതിനകത്ത് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന ശരിയായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സുരക്ഷാ മാനദണ്ഡമാണെങ്കിലും ഈ സൂപ്പർവൈസർമാരുടെയും അതുപോലെ തന്നെ കോൺട്രാക്ടർമാരെയും വിളിച്ച് അവർക്ക് കൂടി സഹായകരമായ നിലയിൽ ഈ പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് പരിഹരിക്കണം. അല്ലാതെ ഏകപക്ഷീയമായി അത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ് സംഘടന ആവശ്യപ്പെടുന്നത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുംപ്പെടുത്താം. MLA എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് KSEB മന്ത്രിയോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് തൊട്ടടുത്ത് കൂടുന്ന നിയമസഭാ സമ്മേളനത്തിൽ വെച്ച് തന്നെ ഈ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്. ഇവിടെ നിങ്ങൾ 15ഓളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയും നമുക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ഇതിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ 25 കിലോവാട്ട് വൈദ്യുതി അതാണ് ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ പറയുന്നത്. C ക്ലാസും B ക്ലാസിനും 50 കിലോവാട്ടും വരത്തക്ക നിലയിൽ ലൈസൻസ് കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. നമ്മുടെ ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് വരണം. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വരുന്നത്, നമ്മളൊരു പുതിയ കെട്ടിടം ടെൻഡർ ചെയ്താൽ ആ ടെൻഡറിനോടൊപ്പം ഇലക്ട്രിക് വർക്കും ഈ സിവിൽ കോൺട്രാക്ടർ തന്നെ ചെയ്യുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ എസ്റ്റിമേറ്റുകൾ ഫ്രെയിം ചെയ്യുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന കോൺട്രാക്ടർമാരെ സംബന്ധിച്ചും തൊഴിലാളികളെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ട് വരും. നിങ്ങളിൽ ലൈസൻസ് ഉള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും പ്രാഗൽഭ്യത്തോടുകൂടി സുരക്ഷാ മാനദണ്ഡങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ ഇന്നിപ്പോൾ സിവിൽ കോൺട്രാക്ടർമാർക്ക് സാധിക്കുമോ എന്നുള്ളത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ വേർതിരിച്ച് തന്നെ നമ്മുടെ ജോലി നഷ്ടപ്പെടാത്ത തരത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണമെന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഞാൻ പലപ്പോഴും മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാറുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായി 2 ഭാഗമായിട്ട് ടെൻഡർ ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ വർക്കുകൾ പൂർത്തീകരിക്കുന്ന ഒരു സമയപരിധി വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കത് ഒരു ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഗവൺമെന്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാറ്റം വരുത്തേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്
ഞാൻ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. ഇൻഷുറൻസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പുതിയ കോൺട്രാക്ടർമാരുടെ അംഗീകാരം കൊടുക്കുന്നില്ല. ഞാൻ കുറച്ചു കാലം ആ ബോഡിയിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അത് കൃത്യമായിട്ട് കൂടില്ല. ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഏർപ്പാടിനനുസരിച്ചാണ് ആ കാര്യങ്ങൾ നിൽക്കുന്നത്. അത് കൃത്യമായിട്ട് കൂടി പുതിയ ലൈസൻസ് ഈ മേഖലയിൽ ആളുകൾക്ക് കൊടുക്കണം. ലൈസൻസ് ഉള്ളവർക്ക് തന്നെ കൂടുതൽ തൊഴിലാളികളെ അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ അവസരത്തിൽ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നിശ്ചയമായും നിങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അത് ആ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ, പ്രത്യേകിച്ചും വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് പ്രത്യേകമായി ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.